പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ നിർണായക ഇടപെടലുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത് വന്നിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പുടിൻ ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. മേഖലയിലെ അസ്ഥിരത പരിഹരിക്കാൻ വേണ്ടുന്ന എല്ലാ ചർച്ചകൾക്കും റഷ്യ വേദി ഒരുക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയുമുണ്ടായി. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ശത്രുത കുറയ്ക്കാൻ റഷ്യ സന്നദ്ധമാണെന്ന് ക്രെംലിൻ വക്താവും വ്യക്തമാക്കിയിരുന്നു. സംഭാഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ റഷ്യൻ ഭാഗത്തു നിന്ന് എല്ലാ സഹായവും ഉണ്ടാകും. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം ഇറാനുമായി റഷ്യൻ ബന്ധം കൂടുതൽ ശക്തമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇരു രാജ്യങ്ങളും തമ്മിൽ 20 വർഷത്തെ തന്ത്രപ്രധാന പങ്കാളിത്ത കരാറിലും ഒപ്പുവച്ചിരുന്നു. ഇറാനെ മാത്രമല്ല പശ്ചിമേഷ്യയിലെ സ്ഥിരത നിലനിർത്താനാണ് റഷ്യയുടെ ശ്രമമെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറയുന്നു. കഴിഞ്ഞ വർഷം ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും അമേരിക്കയും നടത്തിയ ആക്രമണങ്ങളും അതിനെ തുടർന്ന് ഉണ്ടായ 12 ദിവസത്തെ യുദ്ധവും ആ മേഖലയെ കടുത്ത ആശങ്കയിലാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പുടിന്റെ ഇടപെടൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇറാനെ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ആ നീക്കത്തിൽ നിന്നും പിൻവാങ്ങുന്നതിന്റെ യഥാർത്ഥ കാരണം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നതെങ്കിലും യാഥാർത്ഥ്യം മറ്റു ചിലതാണ് എന്നും പറയുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്ലോറിഡയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാനിൽ വീണ്ടും പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്താൽ പൊറുതിമുട്ടിയ ഇറാനിൽ അസംതൃപ്തരായ ഒരു വിഭാഗത്തെ ഒപ്പം നിർത്തി ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള പദ്ധതിയുമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലേക്ക് പോയത്. അവിടെ വെച്ചാണ് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു ഗൂഢാലോചന രൂപപ്പെടുന്നത്. 6 മാസം മുമ്പ് നടന്ന സംഘർഷത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഇനി ഇറാൻ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇസ്രയേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഇറാനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന കാര്യം നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയിരുന്നു. അങ്ങനെയാണ് ഇറാനിൽ ഒരു ഭരണമാറ്റം എന്ന പദ്ധതി അവർ നടപ്പാക്കുന്നത്. എന്നാൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേലിനെ ആക്രമിക്കും എന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നത്. അടുത്തപടിയായി ഗൾഫ് മേഖലയിലെ മുഴുവൻ അമേരിക്കൻ താവളങ്ങളും കത്തിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയതും രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ്. ഇറാന്റെ മിസൈൽ ശിക്ഷയെക്കുറിച്ച് നന്നായി അറിയാവുന്ന അമേരിക്ക ഇറാന്റെ ഈ മുന്നറിയിപ്പിൽ അല്പം ആശങ്കപ്പെടുകയും ചെയ്തു. ഇറാനെ ആക്രമണം നടത്താൻ ആവശ്യമായ ഇന്റലിജൻസ് വിവരങ്ങളും ടെക്നോളജിയും റഷ്യയും ചൈനയും നൽകുന്നുണ്ടെന്ന വിവരം CIA നേരത്തെ തന്നെ ട്രംപിനെ അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു സമ്മർദ്ദം അമേരിക്കയ്ക്ക് അകത്തുനിന്നും ട്രംപ് നേരിടുമ്പോൾ തന്നെ ഗൾഫ് രാജ്യങ്ങളിലെ സഖ്യകക്ഷികളിൽ നിന്നുള്ള വലിയ സമ്മർദ്ദവും അമേരിക്കൻ പ്രസിഡന്റിന് നേരിടേണ്ടായി വന്നു. ഇറാനെ ആക്രമിക്കലിൽ നിന്നും അമേരിക്കയെ പിന്തിരിപ്പിച്ചതിന് പിന്നിലെ പ്രധാനമായ ഒരു കാരണം റഷ്യയുടെ ഈ ഇടപെടലാണ്. റഷ്യ ആദ്യം വിളിച്ചത് ഇസ്രയേലിനെയാണ്. ഇറാനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമുണ്ടായാൽ റഷ്യ ഇടപെടുമെന്ന് മാത്രമല്ല ഇറാനുമായി വേണ്ടി വന്നാൽ ഒരു സൈനിക കരാർ ഉണ്ടാക്കും എന്നുമുള്ളൊരു മുന്നറിയിപ്പാണ് റഷ്യ നൽകിയത്. അതോടെ ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചില്ലെങ്കിൽ ഇറാനെ തങ്ങളും ആക്രമിക്കില്ലെന്ന് ഇസ്രയേൽ റഷ്യക്ക് ഉറപ്പു നൽകുകയും ചെയ്തു. ഇരുപക്ഷവും മറുവശത്ത് മുൻകരുതൽ ആക്രമണം നടത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന സൂചനയുണ്ടെന്നാണ് നയതന്ത്രജ്ഞരെയും പ്രാദേശിക ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ച് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇറാനെതിരായ ആക്രമണം പ്ലാൻ ചെയ്ത ഇസ്രയേൽ പ്രധാനമന്ത്രിയെ കൊണ്ടുതന്നെ അതിൽ നിന്നും പിന്മാറാൻ ട്രംപിനോട് പറയിച്ചത് റഷ്യ തന്നെയാണ്. അല്ലാതെ ഇറാൻ പ്രക്ഷോഭകരെ തൂക്കിക്കൊല്ലുന്നത് അവസാനിപ്പിച്ചത് കൊണ്ടാണ് ആക്രമിക്കാത്തത് എന്ന ട്രംപിൻ്റെ അവകാശവാദമെല്ലാം വെറും പൊള്ളയാണ്. കലാപകാരികളെ പലരെയും ഇറാൻ ഇപ്പോഴും വെടിവെച്ച് കൊല്ലുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.